രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നേരെ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയണോ? ഞങ്ങൾ പാലമ്പാങ്കിലെ പ്രശസ്തമായ മാർക്കറ്റിലേക്കാണ്. ഈ മാർക്കറ്റ് മൂസി നദിയുടെ തീരത്താണ്, സൈഡിനായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഗ്രാബൊന്നും വിളിച്ചില്ല. ഇന്നലെ തന്നെ ഞങ്ങൾ ഗ്രാബ് വിളിച്ചു പെട്ടു. കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. രാവിലത്തെ മോർണിംഗ് വാക്ക് അങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ടുപേരും നടന്നു മാർക്കറ്റിലെത്തി കേട്ടോ. നിറഞ്ഞ നിറങ്ങളിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, മസാലകൾ, അങ്ങനെ എല്ലാം ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. ഇവിടെ ലൈവായിട്ട് ഇവർ ഒരു മോമോസ് പോലൊരു സാധനം ഉണ്ടാക്കുന്നു. അത് എല്ലാവരും എന്ത് ചെയ്യുന്നറിയോ, അവിടുന്ന് ലൈവായി വാങ്ങി ഒരു സോസിൽ മുക്കി അങ്ങനെ കഴിക്കുന്നത്. എന്ത് രസത്തിലാണ് അവർ കഴിക്കുന്നത്. കുറേ സമയം അവർ കഴിക്കുന്നത് നോക്കി നിന്നു ഞാൻ. പക്ഷേ ഒറ്റൊന്നും വാങ്ങിയില്ല. എന്തോ അതൊക്കെ കാണുമ്പോഴേക്കന്നെ നമുക്ക് എന്തോ ഒരു മടുപ്പ് വരുന്ന പോലെ. സ്നേക്ക് ഫ്രൂട്ട്, നിരവധി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. എല്ലാ മാർക്കറ്റിലും സ്നേക്ക് ഫ്രൂട്ട് ഉണ്ട്. ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. പ്രശസ്തമായ പെമ്പക് എന്ന മീൻ വിഭവത്തിൻ്റെ സുഗന്ധം എല്ലാ ഭാഗത്തും കൂടെ നിറഞ്ഞിരിക്കുന്നത്. ലൈവായിട്ടൊരു കസപ്പിശൊക്കെ കിട്ടോളൂ. അടിപിടിൻ്റെ അതിലൂടെ ജസ്റ്റ് ഒന്ന് ഞങ്ങളിവിടെ കടന്നു, നോക്കി നിന്നതൊന്നുമില്ല. അധികം വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങളങ്ങനെ നടന്ന് മാർക്കറ്റിനകത്തൂടെ നടന്നു പോവുകയാണ്. മാർക്കറ്റിൻ്റെ ഏകദേശം മുക്കാൽ ഭാഗം ഞങ്ങൾ നദിക്കരയുടെ അടുത്തേക്കാണ് ഞങ്ങളുടെ നടത്തത്തിൻ്റെ ലക്ഷ്യം. ഇനി അങ്ങോട്ട് നടന്ന് എത്താൻ പോകുന്നു. ഞങ്ങളുടെ കൂടെ നടന്നു പോരി, എന്നാൽ നിങ്ങൾക്കും അവിടെ മ്യൂസിയം നദിക്കരയുടെ അടുത്തെത്താം. മാർക്കറ്റിനകത്തൂടെ പോവുകയാണ് കേട്ടോ. പല കാഴ്ചകളും കണ്ട് ഞങ്ങളിതാ മാർക്കറ്റിൽ നിന്ന് അങ്ങോട്ട് വെളിയിലേക്ക് ചാടുന്നു. മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് ചാക്കിലും എല്ലാറ്റിലും സാധനങ്ങൾ കൊണ്ടുവന്ന് മ്യൂസിയം നദിയിലെ ബോട്ടുകളിൽ നിറക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ബോട്ടുകൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നു. ആ ബോട്ടുകളിലേക്ക് ഈ ചെറിയ മരപ്പാലത്തിലൂടെ ആളുകൾ കയറി സാധനങ്ങൾ ഈ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന് അതിൽ നിറക്കുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. കുറേ സമയം ഞങ്ങൾ ആ കാഴ്ചകൾ നോക്കി അവിടെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇരുന്ന് നമ്മൾ നോക്കി അങ്ങനെ സമയം പോകുന്നതേ അറിയുന്നില്ല. മാർക്കറ്റാന്ന് വിചാരിച്ച ആളുകൾ സാധനം കൊണ്ടുവരുമ്പോഴും പോകുമ്പോഴും കലപില സൗണ്ടുകളൊന്നുമില്ല. അത് ആംബറ ബ്രിഡ്ജാണത്. അതിൽ ഒരു ബ്രിഡ്ജിലൂടെ വണ്ടികൾ പോകുന്നു. ഈ ആംബറ ബ്രിഡ്ജും മ്യൂസിയം നദിയിലെ ബോട്ടുകളും എല്ലാം കൂടെ ഇങ്ങനെ കാണുമ്പോൾ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവം. അത് കാണേണ്ടത് തന്നെയാണ്. അതിലൂടെ മെട്രോയും പോവും. നദിക്കരയിലിരുന്ന് ഞങ്ങൾ ആംബറ ബ്രിഡ്ജിൻ്റെ വ്യൂ ആണിത്. ആ പാലത്തിൽ നമുക്ക് കയറണം, കുറച്ചുകൂടെ കഴിയട്ടെ. മെട്രോ അതാ പോകുന്നു. എങ്ങനെയുണ്ട് കാഴ്ച? അടിപൊളിയല്ലേ? ഒരു പാലത്തിലൂടെ വണ്ടികൾ പോകുന്നു, ഒന്നിലൂടെ മെട്രോ പോകുന്നു. നദിക്കരയിൽ നിറയെ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നു. ഇതെല്ലാം ഒരൊറ്റ ഫ്രെയിമിലാണ് നമ്മൾ കാണുന്നത്.
ആകാശത്തിൻ്റെ ഭംഗി പറയും വേണ്ട. നദിയിലൂടെ പോകുന്ന ബോട്ടുകളും അതാ. ഞങ്ങൾ ആമ്പറ പാലത്തിന് മുകളിലേക്ക് കയറാൻ പോവുകയാണ്. അതിങ്ങനെ ഇതിനകത്തൂടെ പോയിട്ട് വേണം കയറാൻ. ഇതിനകത്തൂടെ പോയി ഒരു സ്റ്റെപ്പ് കോണിപ്പടികളൊക്കെ കയറി അതിൻ്റെ മുകളിലെത്തണം. ഇന്തോനേഷ്യയിലെ പാലംബാങ് നഗരത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ചിഹ്നങ്ങളിലൊന്നാണ് ഈ ആമ്പറ ബ്രിഡ്ജ്. മ്യൂസി റിവറിനെ ബന്ധിപ്പിക്കുന്ന ഈ പാലം ഗതാഗത മാർഗം മാത്രമല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യാനന്തര വികസനത്തിൻ്റെ അടയാളവുമാണ്. 1950 പാലംബാങ് നഗരത്തിൻ്റെ 2 തീരങ്ങൾ തമ്മിൽ യാത്ര ചെയ്യാൻ പ്രധാനമായും ബോട്ടുകളായിരുന്നു ആശ്രയം. നഗരവികസനം കൂടിയതോടെ ഒരു വലിയ പാലത്തിൻ്റെ ആവശ്യം അവിടെ ശക്തമായി. ശേഷം 1962 ആമ്പറ പാലത്തിൻ്റെ നിർമ്മാണത്തിന് അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റ് സുകാർണോ പിന്തുണ നൽകി. അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം അന്ന് ആ പാലത്തിൻ്റെ പേര് ബാങ്ക് കർണോ ബ്രിഡ്ജ് എന്നായിരുന്നു. 65 പാലം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തത്. പിന്നീട് ഈ ആമ്പറ എന്ന പേരായി ഈ പാലം മാറി. ഇത് അമാനാത്ത് പെൻഡരിത്താൻ റക്കിയത് എന്ന ഇന്തോനേഷ്യൻ വാക്കുകളുടെ ചുരുക്കമാണ് ഈ ആമ്പറ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ജനങ്ങളുടെ ദുരിതത്തിൻ്റെ സന്ദേശം എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാലത്തിൻ്റെ പ്രത്യേകത ആദ്യകാലത്ത് അതിൻ്റെ മധ്യഭാഗം ഉയർത്താൻ പറ്റുന്ന രീതിയിലായിരുന്നു. വലിയ കപ്പലുകൾ മുസി നദിയിലൂടെ കടന്നു പോകാൻ പാലത്തിൻ്റെ നടുവ് മെക്കാനിക്കൽ രീതിയിൽ മുകളിലേക്ക് ഉയർത്തുമായിരുന്നു. പിന്നീട് ഗതാഗതം കൂടിയതോടെ ഇത് നിർത്തി എന്നാണ് പറയുന്നത്. പാലത്തിന് മുകളിലൂടെ നടന്ന് ഞങ്ങൾ താഴെ എത്തി. പാലംബാങ് ടൗണിൽ വീണ്ടും തിരിച്ചെത്തി ഗെയ്സ്.